ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഹൊറർ റെസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എളുപ്പത്തിലുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ചിക്കൻ ഫിംഗർ റോള് അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തെല്ലാം സാധനം വേണ്ടതെന്ന് നോക്കാം അല്ലേ. ഞാനിവിടെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്. ചെറുതാണേ വേണ്ടുള്ളൂ, അധികം വേണ്ടില്ല. ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം അത് മതി കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് കുറക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പച്ച ഉള്ളിയില്ലേ, നമ്മൾ ചെറുങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, അത് ഒരു ഉള്ളി ഞാൻ ഒന്ന് വലുതാണ് എടുത്തിരിക്കുന്നത്. അത് പച്ചങ്ങനെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് ശേഷം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 പച്ചമുളക്, അത് എരിവിനനുസരിച്ചിട്ട്. ഇപ്പോൾ എൻ്റെ ഈ പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, എന്നാലാണ് ടേസ്റ്റ് ഉണ്ട്. നമ്മളെല്ലാം ഇത് പച്ചങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കന് ഞാനിവിടെ പൊരിച്ചിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഈ ചിക്കന് മസാല തേക്കുമ്പോൾ തന്നെ നല്ലോണം ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ടിട്ടാണ് ഞാൻ പെരക്കി വെച്ചത് മസാല, എന്നിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കുക. ഇതൊന്നും നമ്മൾ വഴറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കുരുമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് എനിക്ക് ആവശ്യം വന്നിട്ടുള്ള അന്നേരം ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒറിഗാനോ ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ക്രഷ്ഡ് ചില്ലിയാണ്. ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇതെല്ലാം ഇടുമ്പോൾ ഇതിൻ്റേതായ ഒരു ടേസ്റ്റ് വരാൻ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ശേഷം നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ 4 ഭാഗവും ഇവിടെ നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് കളയും. ഈ 4 ഭാഗം നമുക്ക് വേണ്ടിയില്ല എന്നല്ല, ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ബ്രെഡെല്ലാം നമുക്ക് പരത്തിയെടുക്കുക. എല്ലാം ഒപ്പരം തന്നെ, എല്ലാം ഒപ്പരം തന്നെ പരത്തി വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് എല്ലാം ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ തന്നെ കുറച്ച് വലിയ ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ സ്നാക്കെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം ഉണ്ടാകാനായിട്ടാണ്. അതുപോലെ പുതിയ ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നായിട്ട് പരത്തിയിട്ട് വെച്ച് കൊടുത്തിട്ട് എല്ലാം പരത്തിയതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് നമ്മൾ കുറച്ച് കയ്യിൽ എണ്ണ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ കുറച്ച് കയ്യിൽ ഇങ്ങനെ എണ്ണ ഇട്ട് കൊടുക്കുക, ഓയിൽ. ശേഷം നമുക്ക് ഒരു ചെറിയൊരു പീസ് നമ്മൾ ഫില്ലിങ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വിരലിൻ്റെ ഇതുപോലെയുള്ള റൗണ്ടാക്കിയിട്ട് നീളത്തിൽ അതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഒരു പറ്റിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ലാണ്ട് ഉരുളക്കിഴങ്ങിന് കൂടുതലാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ ഞാനിവിടെ കുറച്ചൊന്നും ഉരുളക്കിഴങ്ങ് കൂടിപ്പോയിന്ന് തോന്നുന്നു, എന്നാലും ഇത്രയും ഇട്ട് കൊടുക്കേണ്ടിയില്ല. നമ്മൾ ചിക്കന് നന്നായിട്ട് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇത് നമ്മൾ ബ്രെഡിൻ്റെ ഒരറ്റത്ത് ഈ ഒരു ഫിംഗർ റോള് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് ഈ മൈദപ്പൊടിയില്ലേ, കലക്കി വെച്ചിരിക്കുന്ന മൈദപ്പൊടി, ഞാൻ ഉപ്പ് ഇട്ടിട്ട് മൈദപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ബാറ്റർ നമുക്ക് ഈ സൈഡിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കുക അപ്പുറം ഇപ്പുറം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഫില്ലാവും, അതുകൊണ്ട് അതൊന്നും ഒട്ടിച്ചു കൊടുക്കുകയൊന്നും ചെയ്യേണ്ടില്ല. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ബ്രെഡ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കട്ടെ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള, പിന്നെ നമുക്ക് പണിയും പെട്ടെന്ന് കഴിയുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് പൊരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ബ്രെഡ് ക്രംസിലാണ് ഇതെടുത്തിട്ട് പൊരിക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ കോൺഫ്ലെക്സിൽ പൊരിച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ആദ്യം പറയുന്നത് പോലെ തന്നെ അതൊന്ന് കോൺഫ്ലെക്സ് ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് അത് ബ്രെഡ് ക്രംസിന് പകരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോമ്പറക്കുന്ന സമയത്തെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഒരുപാട് ഇഫ്താർ സ്നാക്സിന് ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളെ റോളെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനുണ്ട്. അതായത് നമ്മളൊന്ന് മൈദപ്പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് പൊരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ മുട്ട ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഞാൻ മൈദപ്പൊടി കലക്കിയിട്ടാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. പോരാതെ നമുക്ക് ബ്രെഡ് ക്രംസിന് പകരം മറ്റേ കോൺഫ്ലെക്സ് ഉപയോഗിക്കുക കേട്ടോ. ഏതായാലും നിങ്ങളെ ചോയ്സ് പോലെ ചെയ്യുക. രണ്ടായിട്ടും ഉണ്ടാക്കി നോക്ക്. ഓക്കെ. അപ്പോൾ ഇതേപോലെ മുക്കി അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഈ മൈദ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് കോട്ടയിലെല്ലാം ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ. എന്നിട്ട് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലെല്ലാം ഇങ്ങനെ കോട്ട് ചെയ്ത്
എല്ലാം ഇങ്ങനെ വെക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തിട്ട് എടുക്കുക. ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാനുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നമുക്ക് ഇതോരോന്ന് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. 3-4 ഒപ്പരെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് പറ്റിയതാക്കി ഒന്നുമില്ല കേട്ടോ. നല്ല രസത്തിൽ ഇത് പൊരിഞ്ഞു വരികയും ചെയ്യും. എളുപ്പമാണ്. ഇപ്പോൾ ഇത് എല്ലാവരും ചോദിക്കലുണ്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ. പൊരിക്കാതെ നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലെല്ലാം ഇട്ടിട്ട് ഫ്രീസറിൽ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ആക്കിയിട്ട് നന്നായിട്ട് വെള്ളം കയറാത്ത വിധത്തിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.